ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്? ശൂന്യതയിൽ നിന്നും ഇന്ദ്രജാലം വിരിയിച്ചെടുക്കുന്ന ഒരു മാന്ത്രികനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിനെ ഇപ്പോൾ ആരാധകരെ കാണുന്നത്. കാരണം ഈ ഒരു സീസണിന്റെ പകുതി കഴിയുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഈ ഒരു ടീമിൽ ഒരു വിധത്തിലുള്ള പ്രതീക്ഷയും വെച്ചിരുന്നില്ല. തുടർ തോൽവികളാൽ വലഞ്ഞുപോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കരിഞ്ഞുപോയ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് തുന്നി പിടിപ്പിക്കുവാൻ വന്ന രക്ഷകനായിട്ട് വേണം ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പഴയ ബംഗളൂരു പരിശീലകനെ നമ്മൾ കാണാൻ. കഴിഞ്ഞ 4 മത്സരങ്ങളിലെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങളും ഒരു സമനിലയുമായിട്ട് അൺബീറ്റൻ റണ്ണാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പരിശീലകൻ വന്നതോടുകൂടി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ജാതകവും തലവിധിയും മാറി എന്ന് വിശ്വസിക്കാം. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോള് നേടി. ബാർത്തേമിയുടെ ഒരു കിടലൻ ഗോള്. ബാർത്തേമി ഒരു ക്വാളിറ്റി സ്ട്രൈക്കറാണെന്ന് തെളിയിക്കുകയായിരുന്നു. നമ്മുടെ കെവിനിയോ കുതിർത്ത ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് വന്നപ്പം അദ്ദേഹം പന്തിനെ ഫസ്റ്റ് ടൈം ഷോട്ടിന് ശ്രമിക്കുന്നതിന് പകരമായിട്ട് പന്ത് തന്റെ കൺട്രോളിൽ വരുത്തിയ ശേഷമായിരുന്നു പുഷ് ചെയ്ത് വലയിലേക്ക് ഇട്ടത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് റഹീം അലിയിലൂടെ ഗോൾ കൺസീഡ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയെങ്കിൽ പോലും പിന്നീട് ഒഡീഷ പലതരത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ പ്രതിരോധത്തിന്റെ മികവിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. പ്രതിരോധത്തിന്റെ മികവ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ക്രോസ് ബാറിന് കീഴിൽ ആർഷ് അൻവർ ഷേഖ് എന്ന കൊൽക്കത്തയിൽ നിന്നും നമ്മൾ കടം കൊണ്ട ആ ഒരു താരത്തിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയണം. സച്ചിൻ സുരേഷിനെ പോലെ ഒരു താരമായിരുന്നെങ്കിൽ, ഞാൻ വില കുറച്ച് പറയുന്നതല്ല, ഇന്ന് ആർഷ് നടത്തിയ പല സേവുകളും ചെയ്യാൻ സച്ചിനെ കൊണ്ട് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ലാതെ ഞാൻ ആരെയും വില കുറച്ച് പറയുന്നതൊന്നുമല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്, അഭിപ്രായം മാത്രമാണ്, നിഗമനമൊന്നുമല്ല. പിന്നെ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മനോഹരമായിട്ടുള്ള ഒരു കോർണർ കൺവേർട്ട് ചെയ്ത് എബിൻദാസ് യേശുദാസ് എന്ന കാലിൽ ഇന്ദ്രജാലം ഒലിപ്പിച്ച് വെച്ച മലയാളി ചെക്കൻ്റെ കോർണർ കിക്കിലൂടെ നമ്മുടെ മാത്യാസ് ഹെർണാണ്ടസ് ഒരു ഹെഡർ ഗോളും കൂടി നേടി നമ്മൾ വിജയം 2-1 എന്ന സ്കോറിന് ആഘോഷിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ വെച്ച് തുടങ്ങി എന്ന് പറയുമ്പം നിരാശപ്പെടേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ 4 മത്സരങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ ഒരു സീസണിൽ കേവലം 13 മത്സരങ്ങൾ മാത്രമേ ഒരു ടീമിന് അവശേഷിക്കുന്നുള്ളൂ. ഒരുപക്ഷെ ഈ ഒരു സ്പിരിറ്റ് നമ്മൾക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തുടക്കം മുതൽ കാത്തിരുന്ന കപ്പെന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിയേനെ. ഈ ഒരു ടീമിന്റെ ഇപ്പോഴത്തെ പ്രകടനം നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്, ആരാധകരെ തിരിച്ചു കൊണ്ടുവരാൻ കാരണമായേക്കും. എങ്കിൽ പോലും പിഴച്ച മാനേജ്മെന്റിന് നശിച്ച നെറികെട്ട നയങ്ങളെ നമ്മൾ മറന്നു പോകരുത്. മാഗ്നം ഔട്ട് എന്നൊരു പ്രൊട്ടസ്റ്റ് ഇനിയും തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി നല്ല മാനേജ്മെന്റിനെ അർഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചങ്ക് പറിച്ച് കളിക്കാൻ മനസ്സുള്ള പുതിയ പരിശീലകനെയും താരങ്ങളെയും അഭിനന്ദിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള വീഴ്ചയോ മടിയോ വരുത്തുന്നില്ല. എന്നിരുന്നാൽ പോലും ടീം വിജയിക്കണം, ബാഡ്ജ് വിജയിക്കണം, ചങ്ക് പറിച്ച് ചോര വിയർപ്പാക്കി കളിക്കുന്ന താരങ്ങൾ വിജയിക്കണം. അവരുടെ എഫേർട്ടും ആത്മാർത്ഥതയും പ്രശംസിക്കപ്പെടണം. പക്ഷേ മാനേജ്മെന്റ് പോകണം.